പ്രൈസ് ലോർഡ്. ഇന്ന് ഈ സമയത്ത് ജീവന്റെ സന്ദേശം എന്ന ദൈവവചന ശുശ്രൂഷയുമായി നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാനും ആ വചനമായി നിൽപ്പാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വളരെ അത്ഭുതകരമായി നടത്തിയ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഇനിയും നമ്മെ നടത്തുവാൻ വിശ്വസ്തനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളൊരു ഭാരത്തോടെയാണോ, ഒരു വിഷയത്തോടെയാണോ എന്നെ ശ്രവിക്കുന്നത്? ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ അരികിലേക്ക് വരാറുണ്ട്. അത് നിങ്ങൾക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം നമുക്ക് പങ്കുവയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവ് അതിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. വൻകാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ, ഒത്തിരി ആവശ്യഭാരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നാം പലവിധമായ ആവശ്യങ്ങളിലൂടെയൊക്കെ, പലവിധമായ ഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും തകർച്ചയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ നമ്മോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ ഏറെ കർത്താവിനെ ആരാധിക്കുന്നവരും ദൈവസ്നേഹത്തിൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളും നമുക്ക് ചുറ്റിലുമുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാനം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഒത്തിരി കണ്ണുനീരുകൾ, ഒത്തിരി നിലവിളികൾ, കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഉയരുന്ന ഈ ദിവസങ്ങൾ. ഹല്ലേലൂയ. അതിന് മധ്യത്തിലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഒക്കെ ഈ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കരയുന്നവരോടുകൂടെ കരയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വേദനിക്കുന്നവരെ മാറ്റി നിർത്തുന്നവനല്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ വേദഭാഗം ഒന്ന് നോക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ഈ ലോക ജീവിത കാലഘട്ടത്തിൽ സ്നാപക യോഹന്നാൻ്റെ കീഴിൽ സ്നാനപ്പെട്ടതിന് ശേഷം ദേവാലയത്തിലേക്ക് വന്നു. അവിടെ വേദഭാഗം വായിക്കുവാൻ എഴുന്നേറ്റ് യേശയ്യാ പ്രവാചകൻ പുസ്തകം അവിടെ വായിക്കുവാനായിട്ട് കർത്താവിന് നൽകി. അതിനകത്താണ് എഴുതിയിരിക്കുന്നത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒരു ഉദ്ദേശത്തെയാണ്, തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ആ തുടക്ക ദിവസങ്ങളിൽ കർത്താവിൽ നിന്ന് വായിൽ നിന്ന് വന്നൊരു വചന വേദഭാഗമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്നുള്ളതിൻ്റെ ഒരു പ്രസ്താവനയായിട്ടാണ് ഈ വേദഭാഗത്തെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്ത് നിവർത്തി വന്നിരിക്കുന്നു. യെശയ്യാവ് ക്രിസ്തുവിനും ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു. അന്ന് പ്രവചിച്ചു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, ഹല്ലേലൂയ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു മെശിഹ, ഒരു കർത്താവ്, ഒരു രക്ഷിതാവ് വരുമെന്ന് യെശയ്യാവ് പ്രവചിച്ചിട്ടിരുന്ന ആ ഒരു പ്രവചന ഭാഗത്തെയാണ് അന്ന് യെരൂശലേം ദേവാലയത്തിൽ കർത്താവ് നിന്നുകൊണ്ട് വായിക്കുന്നത്. ആ വായിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞതാണ്, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കയിൽ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. എന്നാൽ വളരെ വ്യക്തമായി തന്നെയാണ് ദൈവം ഈ വേദഭാഗത്തിൽ കൂടെ ഉദ്ദേശിച്ചതെന്നും താനാണ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നത് എന്നും ആ ജനത്തോട് സംസാരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. അതാണ് യേശു കർത്താവ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദരിദ്രന്മാരോട് സുവിശേഷം പറയുക, ബദ്ധന്മാരെ വിടുവിച്ചയക്കുക, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുക, പീഡിതന്മാരെ സ്വന്തമാക്കുക, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക. ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളാണ് ഈ ഒരു വാക്യത്തിനകത്ത് തൻ്റെ ഈ ലോക ജീവിതത്തിൽ താൻ എന്തിനു വന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവോടെ സംസാരിക്കുന്നത്. ഒന്ന്, ദരിദ്രന്മാരുടെ സുവിശേഷം പറയുക. നമുക്ക് ദരിദ്രന്മാരെന്ന് നോക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവം മാത്രമല്ല വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് കാണും, പക്ഷെ സമാധാനത്തിന്റെ ദാരിദ്ര്യം നീ അനുഭവിക്കുന്നുണ്ടായിരിക്കും. സന്തോഷത്തിനുള്ള
എല്ലാ സാഹചര്യവുമുണ്ട്. പക്ഷെ നിന്റെ മനസ്സിൽ ഹല്ലേലൂയ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വ്യക്തമായി സന്തോഷിക്കുവാൻ കഴിയത്തില്ല. മക്കൾ നന്മ അനുഭവിച്ചാൽ അതിൽ സന്തോഷിക്കുവാൻ ഭയമുള്ളവർ, ചിരിക്കുവാൻ ഭയമുള്ളവർ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചിരിക്കില്ല, ചിരിച്ചാൽ അടുത്ത നിമിഷം ഞാൻ കരയും. അങ്ങനെയുള്ള അനുഭവത്തിൽ ഭയക്കുന്നവർ, സാഹചര്യങ്ങളെ ഭയക്കുന്നവർ, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാതിരിക്കുന്നവർ, ഇവരും ഹല്ലേലൂയ ചില ദാരിദ്ര്യത്തിൽ കിടക്കുന്നു, ചില ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്നു. ദുഃഖത്തിന്റെ ഒരു ബന്ധന, ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട ഒരു അനുഭവം, ഭയത്താൽ ബന്ധിക്കപ്പെട്ടവർ, ഹല്ലേലൂയ ഭയം കൊണ്ടുവന്ന് അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ട് ചില പൈശാചിക സ്വാധീനങ്ങൾ നമ്മളെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ, മനുഷ്യർ നമ്മെ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ, കള്ളക്കേസുകൾ കുടുങ്ങി പീഡനം അനുഭവിക്കുന്നവർ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തെ വിടുവിച്ചയപ്പാനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് വളരെ വ്യക്തമായി യേശു കർത്താവ് തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിലെ 18-ാമത്തെ വാക്യം. ഇതിൽ പറയുന്ന 5 കൂട്ടർക്കൊരു വിടുതലാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നതുകൊണ്ട് ഹല്ലേലൂയ സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു. 1, ദരിദ്രന്മാർക്ക് വിടുതൽ നമുക്കുണ്ട്. നിങ്ങളൊരു ദാരിദ്ര്യ അനുഭവത്തിലാണോ കിടക്കുന്നത്? വിശ്വസിക്കുക. യേശു തന്നെ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. തനിക്കും 600 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച ആ പ്രവചനം നിവർത്തി വരുന്നത് യേശു കർത്താവ് പറയുന്നു, ഇന്ന് എന്നിലൂടെ ഈ വചനം കേൾക്കുന്നത് കൊണ്ട് ഞാനാണ് അതിനു വേണ്ടിയിട്ട് വന്നത്. ബദ്ധന്മാരെ വിടുവിപ്പാൻ ഞാനാണ് വന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് ഉറപ്പോടെ ഹല്ലേലൂയ ആലയത്തിനകത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് വിളിച്ചു പറയുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അനേകം പേർ തൻ്റെ വായിൽ നിന്ന് വരുന്ന ഇതുവരെ തങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വചനം, ഹല്ലേലൂയ, അതുവരെ തങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു അധികാരത്തിന്റെ ശബ്ദം ആലയത്തിനകത്ത് മുഴങ്ങുന്നത് അവിടെ കൂടിയിരുന്ന ജനം ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ഈ യേശു കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ലാവണ്യ വാക്കുകൾ എന്ന് താഴോട്ടുള്ള ഭാഗങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും. അവൻ ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലാണോ ഈ കൂടിയിരുന്ന ജനം ആയിരിക്കുന്നത് അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു വാക്ക് യേശു കർത്താവിന്റെ വായിൽ നിന്ന് വന്നു. ഹല്ലേലൂയ. ഈ വാക്ക് തങ്ങൾ കേൾക്കുവാൻ കൊതിച്ചത്, തങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് കേൾക്കുവാൻ കൊതിച്ചത് ആലയത്തിനകത്ത് മുഴങ്ങിയപ്പോൾ ജനം കൂടിയിരുന്ന് കേൾക്കുവാനായിട്ട് തുടങ്ങി. അവർ വിടുതലുകൾ പ്രാപിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു എങ്കിൽ, നിങ്ങൾ ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വചനത്തിന്റെ വിടുതൽ അനുഭവിക്കുവാൻ നിങ്ങൾക്കും സമയമായി. ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഹല്ലേലൂയ ഇത് തന്നെയാണ് രക്ഷാ ദിവസം, ഇത് തന്നെയാണ് സുപ്രസാദ കാല. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ ഇത് തന്നെയാണ് ആ കാലഘട്ടം, ഇത് തന്നെയാണ് രക്ഷയുടെ ദിവസം, ഇത് തന്നെയാണ് പ്രസാദത്തിന്റെ കാലം. ദൈവപ്രസാദം നമ്മുടെ മേൽ വെളിപ്പെട്ട സമയം ഇത് തന്നെയാണ്. ഈ യേശു കർത്താവിൽ ഒന്ന് വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഈ ദൈവപ്രവൃത്തിയിൽ ഈ വചനത്തിൽ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശു വന്നതിന്റെ ഉദ്ദേശത്തിൽ നമുക്ക് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ അനേകം പേരോട് കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ അനേകം പേരും ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്തോ ഭൗതിക നേട്ടമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഹല്ലേലൂയ വലിയത് പ്രതീക്ഷിച്ചിട്ട് കൊണ്ടാണ്. ഇല്ല, ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സുവിശേഷത്തെ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ ഒരു സമയത്ത് ഇതുപോലെ ബന്ധിക്കപ്പെട്ട് കിടന്നു, ഞങ്ങൾ ഒരു സമയത്ത് ഇതുപോലെ ദാരിദ്ര്യത്തിൽ കിടന്നു. ഹല്ലേലൂയ സമ്പത്ത് അനുഭവിക്കാതെ ദാരിദ്ര്യത്തിൽ കിടന്നു, സമ്പത്ത് ഉണ്ടായിട്ടും ദാരിദ്ര്യത്തിൽ കിടന്നു, ബന്ധിക്കപ്പെട്ടതുപോലെ പുറത്തിറങ്ങുവാൻ കഴിയാതെ മനസ്സ് കുരുടായിട്ട് ജനത്തെ ഫേസ് ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഹല്ലേലൂയ കിടന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവരെയും വിടക്കം നിന്നുന്ന ഒരു സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു നന്മയും ഞങ്ങൾക്ക് ഇല്ലാതെ ഞങ്ങളെ പുറന്തള്ളിയ, ഞങ്ങളെ ചേർത്ത് നിർത്തേണ്ടവർ, ഞങ്ങളെ കരുതേണ്ടവർ, ഹല്ലേലൂയ
ഞങ്ങൾക്കുടെ അവകാശങ്ങളെ മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്നൊക്കെ ഞങ്ങളെ മാറ്റി പുറന്തള്ളി അതിൽ നിന്ന് ആ ഒരു നന്മയെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാതെ എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ കേട്ട ഒരു സമയത്തിലൂടെ, ഒരു ജീവിത അനുഭവത്തിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. രോഗത്തിൻ്റെ അങ്ങേയറ്റം അനുഭവത്തിലൂടെ എത്ര വരുമാനം ഞങ്ങളുടെ കരങ്ങളിൽ വന്നാൽ അത് നിലനിൽക്കുവാൻ കഴിയാതെ ആശുപത്രികളിൽ ചെലവായി പോകുന്ന അനുഭവങ്ങൾ, അടിക്കടിയായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ രോഗത്തിൻ്റെ അനുഭവങ്ങൾ, അതിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ജീവിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവിലേക്ക് വരുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും കുടുംബമായി ദൈവത്തെ സേവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഞങ്ങൾ തുടങ്ങി. ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് കുറേശ്ശെ മാറ്റുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നിന്നയെ എൻ്റെ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ പരിഹസിക്കുന്നവരെക്കാൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നവർ ഞങ്ങളുടെ ചുറ്റും വരുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് നീങ്ങുവാൻ തുടങ്ങി. അനാവശ്യമായി സമ്പത്ത് ചിലവായി പോകുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറുവാൻ തുടങ്ങി. ഞങ്ങളുടെ അവകാശങ്ങളെ ഒന്നും നമുക്ക് ലഭിക്കയില്ല എന്ന് പറഞ്ഞിടത്ത് ഞങ്ങളുടെ തലമുറകളെ അതിനു വേണ്ടി ഓഹരിക്കാരാക്കി മാറ്റുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇങ്ങനെ പലവിധമായ പീഡനങ്ങളിൽ, പലവിധമായ ദാരിദ്ര്യ ദുഃഖങ്ങളിൽ, രോഗത്തിൻ്റെ അനുഭവത്തിലും ഭയത്തിലും കിടന്ന ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഈ യേശു കർത്താവ് വന്നപ്പോൾ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ പ്രസാദ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ശപിക്കപ്പെട്ടവരെന്ന് തോന്നേണ്ടുന്ന സാഹചര്യത്തിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിയിട്ട് ബന്ധനങ്ങൾ തകർന്നു പോകേണ്ടുന്ന, കുടുംബജീവിതം തകർന്ന് പല വഴിക്കും ചിതറിപ്പോകേണ്ടുന്ന സാഹചര്യങ്ങളിൽ എന്ന് മുതലാണോ ഈ വചനം ഞങ്ങൾ കേട്ടു തുടങ്ങിയത്, ഈ വചനത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങിയത്, ഈ വചനം എന്നാണോ എൻ്റെ കുടുംബത്തിൽ ഒരു പ്രസാദകാലമായി വെളിപ്പെട്ടത്, യേശു കർത്താവിൻ്റെ ദിവസം എന്നാണോ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെട്ടത്, അന്നു മുതൽ ഞങ്ങൾ സമാധാനം അനുഭവിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ ഞങ്ങൾ സന്തോഷം അനുഭവിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ ദൈവപ്രസാദം ഞങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ആയിരുന്ന ഇടത്ത് നിന്നുകൊണ്ട് ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ഈ വചനത്തിൽ ഞങ്ങൾ ഉരുവിടാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ദൈവപ്രസാദം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ അതിലേക്ക് ചുവട് വെച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനേക്കാൾ ഏറെയായി എൻ്റെ കർത്താവിനെ കുറിച്ചുള്ളൊരു പ്രത്യാശ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട് എന്നൊരു പ്രത്യാശ, ഈ ലോകത്തിൻ്റെ ജീവിതം കൊണ്ട് മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല ജീവിതം എന്നുള്ളൊരു പ്രത്യാശ ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുവാൻ തുടങ്ങി. ആ വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പാതകൾ ഹല്ലേലൂയ നിരപ്പുള്ളതാക്കി എൻ്റെ കർത്താവ് മാറ്റി. അടഞ്ഞ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറക്കുവാൻ തുടങ്ങി. ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെ വിശാലമായ അനുഭവത്തിലേക്ക് മാറ്റി. നഷ്ടങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന് ദൈവാത്മാവ് വിടുവിച്ച് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ചിന്തിക്കും, കർത്താവേ, ഒരു സമയത്ത് ഞാൻ ഇതുവഴി കടന്നുപോയതല്ലേ, ഈ ഭാരം ഞാൻ അനുഭവിച്ചതല്ലേ, ഈ ഞെരുക്കം ഞാൻ അനുഭവിച്ചതല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പോടെ വിളിച്ചു പറയുന്നത്, ഒരു യേശു കർത്താവ് ഉണ്ട്. അത് അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ജനത്തെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം വരും. ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ കടന്നുപോയി, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വിടുതലുണ്ട്. അതുകൊണ്ട് അവരും ഈ രക്ഷയെ ഒന്ന് അറിഞ്ഞെങ്കിൽ, അതുകൊണ്ട് ഇവരും ഈ സുവിശേഷം ഒന്ന് കേട്ടെങ്കിൽ ഇന്ന് അവർ കണ്ണുനീരിൽ കിടക്കയില്ലല്ലോ, അവർ ആത്മഹത്യക്ക് തിരിയത്തില്ലല്ലോ എന്നൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ വരും. അതുകൊണ്ടാണ് ഈ വചനം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ഉറപ്പോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ വചനം നിങ്ങളുടെ അരികിൽ വരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ വചനം പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഏതോ 2000 വർഷങ്ങൾ
വർഷങ്ങൾക്ക് മുമ്പേ ഏതോ ഒരു വ്യക്തി എഴുതി വെച്ചു എന്നല്ല. ഇന്ന് ഈ ദൈവത്തിന്റെ വചനം അന്ന് ക്രിസ്തുവിന് 600 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാവ് എഴുതി വെച്ചതിനെ യേശു കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഞാനാണ് ഇതിനു വേണ്ടി ഇറങ്ങി വന്ന രക്ഷിതാവ്. എന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കുക, നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞ് ജനത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുമാർ കർത്താവ് സഭയിൽ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ജനത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് സമാധാനം വന്നു. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വന്നു. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഒരു കൂട്ടം ജനം കർത്താവിനെ പിന്തുടരുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനം നിങ്ങൾ കേൾക്കയിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ വന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നതല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. ഈ വചനം നിങ്ങളുടെ അരികിൽ വരുമ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളല്ല, പരിശുദ്ധാത്മാവ് ഇതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഈ യേശു കർത്താവിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ യേശുവിനെ നിങ്ങൾക്ക് മുറുകെ പിടിക്കുവാൻ കഴിയുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവന്നത് കൊണ്ട് വേറെ ഒരാളുടെ ജീവിതത്തിന്റെ അനുഭവത്തെ കടമെടുത്തിട്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം, ഞങ്ങൾ അനുഭവിച്ച സമാധാനം, അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുവാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. എൻ്റെ കർത്താവിന് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. കുരുടന്മാർക്ക് കാഴ്ച തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിങ്ങൾ ഏതെങ്കിലും രോഗത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ, ഹല്ലേലൂയ, ശരീരത്തിൽ ക്യാൻസറിന്റെ അനുഭവത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ നമുക്ക് ചുറ്റും ഒത്തിരി പേര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുഴകൾ അപ്രത്യക്ഷമാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം ചലിക്കുന്നത് ഈ വചനം നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ, ഈ വചനത്തിന്റെ വിടുതൽ നിങ്ങളുടെ അരികിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ 5 വിധ കാര്യങ്ങൾ കർത്താവ് എടുത്തു പറഞ്ഞു. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ടാണ് വന്നത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദരിദ്രന്മാരുടെ സുവിശേഷം പറയുവാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ. പലതരത്തിലുള്ള പീഡനം അനുഭവിക്കുന്നവരുണ്ട്. കള്ളക്കേസുകളിൽ കുടുങ്ങി ജയിലറകൾക്കകത്ത് പീഡനം അനുഭവിക്കുന്നവർ, സ്വന്തം കുടുംബത്തിനകത്ത് പീഡനം അനുഭവിക്കുന്നവർ, ശാരീരികമായി പീഡിപ്പിക്കുന്നവർ, മാനസികമായി പീഡനം അനുഭവിക്കുന്നവർ, അത് പലതരത്തിലും പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുക. ഹല്ലേലൂയ. അതിനേക്കാൾ ഏറെ ഉപരിയായി ദൈവപ്രസാദം നേടുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ ദൈവ കോപമാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പ്രസാദം നേടിയെടുക്കുവാൻ ഹല്ലേലൂയ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ജനം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവപ്രസാദമില്ലാതെ ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, ദൈവ കോപം, ദൈവം ഞങ്ങളോട് കോപിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ജീവിതം കഷ്ടത്തിലാണ്, ഇത് ദൈവകോപത്തിന്റെ സമയമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യർ ലേഖനം 6:2 പറയുന്നു, ഇത് തന്നെ സുപ്രസാദ കാല, ഇത് തന്നെ രക്ഷാ ദിവസം. നീ എന്നു മുതലാണോ യേശു കർത്താവിൽ ആശ്രയിക്കുന്നത്, എന്നാണോ ഈ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ ദൈവത്തിന്റെ പ്രസാദ കാലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ വചനത്തെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ വന്നു. നിങ്ങൾ ദാരിദ്ര്യത്തിലാണോ, ഞാൻ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നിങ്ങൾ പീഡനം അനുഭവിക്കുന്നവരാണോ, എനിക്ക് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരാണോ, എനിക്ക് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. നിങ്ങൾ പ്രസാദ വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ, അത് പ്രസംഗിക്കുവാൻ തന്നെയാണ് ഞാൻ വന്നത് എന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായി ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. പലതരത്തിലും ജനങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അപ്പോസ്തലന്മാർ ബന്ധിക്കപ്പെട്ട് ചങ്ങല കീഴിൽ കിടക്കുന്നു. അവർ അവിടെ കിടന്നുകൊണ്ട് നിരാശപ്പെട്ടില്ല. അവർ അവിടെ കിടന്നുകൊണ്ട് അയ്യോ ഞങ്ങൾക്കിത് വന്നല്ലോ, ഇത് ദൈവകോപമാണല്ലോ എന്ന് പറഞ്ഞവർ നിരാശപ്പെട്ടില്ല. അവർ എപ്പോഴാണോ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയത്, എപ്പോഴാണോ ഈ യേശു കർത്താവ്
കർത്താവിന്റെ നന്മയെ അവർ വാഴ്ത്തുവാൻ തുടങ്ങിയത്, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ തുടങ്ങിയത്, അവർ പോലും അറിയാതെ അവരുടെ കൈകാലുകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു മാറുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എപ്പോഴാണോ ഈ യേശു കർത്താവ് വിശ്വസിക്കുവാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയുവാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾക്ക് ചുറ്റിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് തോന്നുന്ന പല മേഖലകളുടെ ചങ്ങലകൾ ഇന്ന് ഈ സമയത്ത് അത് അഴിഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുക. യെബേസ് തന്റെ ജീവിതത്തിൽ ഇടുക്കത്തെ അനുഭവിച്ചു, തന്റെ ജീവിതത്തിൽ ഞെരുക്കത്തെ അനുഭവിച്ചു. അമ്മ പോലും പറഞ്ഞത്, എനിക്ക് വ്യസനപുത്രൻ, ഇത് അമ്മയ്ക്ക് വ്യസനപുത്രനായി കാരണമായി തീർന്നവനെന്ന് പറഞ്ഞ് അവന് യെബേസ് എന്ന് പേരിട്ടു. പക്ഷെ ആ ഇടുക്കത്തിൽ നിന്നുകൊണ്ട് അവൻ ആ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവിന്റെ അതിരുകളെ വിസ്താരമാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നീ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് എനിക്കൊരു വ്യത്യാസം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അവസ്ഥകൾക്ക് സ്വാതന്ത്ര്യം വരുവാൻ സമയമായി, ഈ വചനം നിവർത്തിക്കപ്പെടുവാൻ സമയമായി, ദൈവപ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സമയമായി, ശാപത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ സമയമായി, ബന്ധിക്കപ്പെട്ട അനുഭവത്തിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ സമയമായി, ജയിലറകൾക്കകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ സമയമായി, കൈകാലുകൾ ചങ്ങലക്കിട്ടതുപോലെ ഒന്ന് ചലിക്കുവാൻ പോലും കഴിയാതിരിക്കുന്ന അവസ്ഥകൾക്കകത്ത് നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ സമയമായി. ഈ വചനം ഇന്ന് നിങ്ങളുടെ അരികിൽ എത്തുന്നതിനനുസരിച്ച് ഇത് നിങ്ങൾ കേൾക്കുന്തോറും ദൈവത്തിന്റെ ആത്മാവ്, വചനം ജീവനുള്ളതാണ്, വചനം ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം പറയുന്നു, വചനം ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനം ഈ ദൈവത്തിന്റെ ആത്മാവിനാൽ ക്രിയ ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ വാക്കുകൾ ഇതൊരു വെറും വാക്കുകളല്ല, വെറുതെ അല്ല ഈ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾ ജീവനായി വെളിപ്പെട്ടതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ജീവനായി വെളിപ്പെടുവാൻ പോകുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാവുന്ന പ്രാർത്ഥിക്കാം. ഓ റബശന്തന്, നിങ്ങളൊരു രോഗത്തിലാണെങ്കിൽ ആ രോഗമുള്ള ഭാഗങ്ങൾ ഒന്ന് കരം വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അതിൽ ഏത് ഭാരമായിരുന്നാല്, ഏത് രോഗമായിരുന്നാല്, ആ രോഗം നിങ്ങൾ ഏത് ഭാഗത്താണ് രോഗം അനുഭവിക്കുന്നത് ആ ഭാഗത്ത് കരം വെച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. അതിൽ ഏത് വിഷയമാണോ നിങ്ങളെ അധികം ഭാരപ്പെടുത്തുന്നത്, ഏത് വിഷയത്തിനകത്താണോ ഞാൻ ഇന്ന് കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത്, എൻ്റെ തലമുറ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് ഏത് വിഷയമാണോ, ഇന്ന് ഈ വചനം നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത് ഇത് മുഴങ്ങുമ്പോൾ, ഈ ദൈവ ശബ്ദം നിന്റെ ഭവനത്തിനകത്ത് മുഴങ്ങുമ്പോൾ ചില സ്വാതന്ത്ര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തരുവാൻ പോകുകയാണ്. ഭവനങ്ങൾക്കകത്ത് നിന്ന് ഇരുളിന്റെ സ്വാധീനങ്ങളെ അകറ്റിക്കളയുന്ന, നിന്റെ ഹൃദയത്തിനകത്ത് തണുപ്പുളവാക്കുന്ന ലാവണ്യ വാക്കുകളായി ദൈവത്തിന്റെ വചനം നീ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ക്രിയ ചെയ്യുവാൻ പോകുകയാണ്. ഓ റബനബശന്തനെ വൈഡവന റിദനദന ശകനെ, സകല രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സകല രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, നട്ടല് വേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഒടിവുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ബ്ലഡിനകത്ത് വ്യാപരിക്കുന്ന ഇൻഫെക്ഷനുകൾ, ഹല്ലേലൂയ, സകല ദുഷ്ട സ്വാധീനങ്ങളുടെ മേലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ജയത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ജനത്തെ വിട്ടത് മാറിപ്പോകട്ടെ. ഈ വചനം അവരുടെ ഹൃദയങ്ങൾ കേൾക്കുന്നു, മുഴങ്ങും തോറും അവരുടെ കാതുകൾ മുഴങ്ങുന്നതിനനുസരിച്ച് അത് ജീവനായി വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവേ. അവരുടെ ജീവിതങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന്, ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന്, കുരുടനായിരിക്കുന്ന കാണുവാൻ കഴിയാത്ത അനുഭവത്തിൽ നിന്ന് കുരുട്ട് കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. പീഡനം അനുഭവിക്കുന്ന ജനം സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രസാദമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവിക നന്മ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരം ചലിക്കുന്നതിനായി സ്തോത്രം.
എൻ്റെ കർത്താവ് വിടുതലുകളെ അയക്കുന്നതിനായി സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. മുടന്തരെ അങ്ങ് നടക്കുമാറാക്കുന്ന ദൈവമായിരിക്കയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അത്ഭുത രോഗ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുത രോഗ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെ കരം ഈ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.